അപ്പോൾ കൺസ്ട്രെയിൻസ് ഇതുണ്ട്. ഇപ്പം നമ്മൾ ഈ ഡെസ്ക്ടോപ്പിന്റെ സൈസ് ചെറുതാണെന്ന് വെച്ചു. അപ്പം ഈ കോളംസ് ഇപ്പം ആക്ച്വലി തമ്മിൽ കൊളാപ്സ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു കൺട്രോൾ അല്ലാത്ത രീതിയിലാണ് ആക്ച്വലി കൊളാപ്സ് ആയി പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ സൈസ് ഇതാവും. കൺസ്ട്രെയിൻസ് അപ്പം ആക്ച്വലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലെഫ്റ്റ് ടു റൈറ്റ് കൺസ്ട്രെയിൻ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൺസ്ട്രെയിൻ. അപ്പം ഇതിപ്പോ ഈ എലമെന്റിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കൺസ്ട്രെയിൻഡ് ആയിരിക്കും. അതായത് ഇവിടെ 24 പിക്സ് ഇതുണ്ട്, സ്പേസിംഗ് ഉണ്ട് 24 പിക്സ്, ഇവിടെയും 24. അതുപോലെ ഇപ്പോഴത്തെ ലെഫ്റ്റിലതും നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൺസ്ട്രെയിൻഡ് അപ്ലൈ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ചെറുതാക്കുമ്പോൾ ആക്ച്വലി കാണും ആ ഒരു സ്പേസിങ് അവിടെ തന്നെ ഉണ്ട്, 24 ഉണ്ടാവും. അപ്പം ഗ്രിഡ് ഉപയോഗിക്കുമ്പോൾ വേറൊരു അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി ഈ കൺസ്ട്രെയിൻ സാധനങ്ങൾ. ഈ താഴെ ഞാൻ കൺസ്ട്രെയിൻ അപ്ലൈ ചെയ്തില്ലായിരുന്നു, അപ്പൊ അതാണ് അത് ഇങ്ങനെ കൊളാപ്സ് ഓവർലൈ തോന്നുന്നുണ്ട്. ഇതുപോലെ എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ഇപ്പം ഞാനിതൊരു 3 കോളാക്കണം. ഇങ്ങനെ ഒരു കോളം ഉണ്ടാക്കാം. പക്ഷെ ഇപ്പൊ നമ്മള് കൺസ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ബിഹേവ് ചെയ്യണമെന്നില്ല. കാരണം ഇപ്പൊ ഗ്രിഡിലൊന്നും അലൈൻഡ് അല്ല. അപ്പൊ ആ ഗ്രിഡിൽ നിന്ന് പൊട്ടിപ്പോയി. അപ്പൊ ഇതിന് ആക്ച്വലി നമ്മൾ വേറൊരു ഫ്രെയിം ആഡ് ചെയ്യാം. ഇത് രണ്ടും ആക്ച്വലി ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇത് മൊത്തത്തിലൊരു ഫ്രെയിമാണ്. ഈ ഫ്രെയിമിനകത്ത് ഒരു ഫ്രെയിം കൂടെ ഇട്ടിട്ട് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്രെയിമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രൂപ്പിനകത്ത് അടുത്ത ഗ്രിഡ് വേണേൽ ആഡ് ചെയ്യാം. ഇപ്പൊ ഒരു കോളം നോക്കാം. ഇതിപ്പോ ഞാൻ കറക്റ്റ് സൈസ് ഒന്നും വെച്ചത്. അപ്പം നമുക്ക് അതിനനുസരിച്ച് അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാം. ഷേപ്പിനനുസരിച്ച് ഇപ്പം കോളം അഡ്ജസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോ ഈ ഫ്രെയിമിനകത്ത് നമ്മൾ ഓരോ റെക്ടാങ്കിൾ എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അത് ആദ്യം ഷേപ്പ് ഒരു ഇതുകൊണ്ട് ഗ്രൂപ്പ് ചെയ്ത് ഈ റെക്ടാങ്കിൾ ഫ്രെയിമിനനുസരിച്ച് ഗ്രിഡിനനുസരിച്ച്
കൊളാപ്സ് ആയി. ഞാൻ ഇതിനകത്തൊരു ഫ്രെയിം വരച്ചു. ഇവിടെ ഈ കോളനെ ഒരു 6 കോളാക്കണം. എന്നിട്ട് ഇതിനകത്ത് റെക്റ്റാങ്കിൾ വരക്കണം. ഇതിനും ഇതുപോലെ കൺസ്ട്രെയിൻസ് ആണ്. ഈ ഫ്രെയിമിനും മൊത്തത്തിലൊരു കൺസ്ട്രെയിൻ ആണ്. അപ്പൊ അത് അപ്പൊ ഇപ്പൊ കണ്ടല്ലോ ഞാൻ ചെയ്തപ്പോ ഈ കോളത്തിന് നമ്മൾ ഇട്ട ഗ്രിഡിന് ഞാനിപ്പോ ആദ്യം റെക്ടാങ്കിൾ വെച്ചിട്ട് ഗ്രിഡ് ഉണ്ടാക്കാൻ നോക്കി. അപ്പൊ ആ ഗ്രിഡ് ശരിക്കും അലൈൻ അല്ലാത്തതുകൊണ്ടാണ് അത് ഇതായത്. പിന്നെ ഞാൻ ഫ്രെയിം വരച്ചു. ആ ഫ്രെയിം ആക്ച്വലി നമ്മുടെ മെയിൻ ഫ്രെയിമിന്റെ ഗ്രിഡായിട്ട് അലൈൻ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് ഗ്രിഡിന് അലൈൻ ചെയ്ത് വെക്കാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോ നമുക്ക് ബിഹേവ് ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ റിസൾട്ട് ആക്ച്വലി കിട്ടും. ഇപ്പൊ ഇതാണ് ഗ്രിഡ് സിസ്റ്റം. പിഗ്മയിൽ വേറൊരു അടിപൊളി ഫീച്ചർ കൂടി കണ്ടോ, ഈ സ്മോൾ ഡോട്ട്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഈ എലമെന്റ്സ് ഭയങ്കര എളുപ്പമായിട്ട് പൊസിഷൻ ഫ്രെയിം പിഗ്മയില് ഒരു അടിപൊളി ഫീച്ചറാണ്. സോ അതാണ് ഗ്രിഡ്. ഇതിലിപ്പം പറഞ്ഞ ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഗ്രിഡ് ചേഞ്ച് ചെയ്തില്ലേ, അതായത് ഇപ്പൊ കളേഴ്സിന്റെ ആ ബോക്സ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയില്ലേ, അത് ഏത് കീ ഉപയോഗിച്ച്? ജസ്റ്റ് ഷിഫ്റ്റ് കീ മാത്രം ആണോ? ഇല്ല, ഒന്നും ചെയ്തില്ല. ഇതുണ്ടോ, ഇപ്പൊ നമ്മൾ ഈ ഫ്രെയിം സെലക്ട് ചെയ്താൽ തന്നെ ഇപ്പൊ ഈ ഫ്രെയിം ആണ് ഇവിടെ കാണും. ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ റൗണ്ട് കാണിക്കും. അപ്പോൾ അതില് മൗസ് ഞാൻ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് മാറ്റാണ്. കീബോർഡിലാണൊന്നും തൊട്ടില്ല. അപ്പൊ പൊസിഷൻ മാറ്റാൻ ഭയങ്കര എളുപ്പം. അപ്പൊ നിങ്ങളിപ്പോ ആക്ച്വലി ഇപ്പൊ വെബ്സൈറ്റിനകത്ത് നമ്മളിപ്പോ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. വേറൊരു ഫ്രെയിം ഉണ്ടാക്കണം. ഇതിനകത്തൊരു ഫ്രെയിം കൂടെ വെച്ചു. ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് കളർ. ഇതിനകത്ത് ഇപ്പൊ നമ്മള് കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടാക്കണം.
ഇതിപ്പോ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം. ഇത് മോസ്റ്റ്ലി ഗ്രൂപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എല്ലാം സെലക്ട് ചെയ്യുക, കമാൻഡ് ജി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക. പിന്നെ ഗ്രൂപ്പ് ഇപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ ഈ 2 പോസ്റ്റ് മാറ്റണമെങ്കിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഗ്രൂപ്പ് ചെയ്ത് നടക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. വീണ്ടും അപ്പൊ ഇതുപോലെ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇപ്പോ ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ആണ് ഉള്ളത്. പക്ഷെ കുറച്ച് ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേഴ്സൺസിന്റെ പിക്ചേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഇതേപോലെ നിങ്ങൾക്ക് എക്സ്റ്റിയിൽ ഇതില്ലാന്ന് എനിക്ക് തോന്നുന്നു. എക്സ്റ്റി ഞാൻ ചെയ്തപ്പം ഇത് മാറ്റണമെങ്കിൽ ഭയങ്കര പണി. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഗ്രിഡിന്റെ. ഞാൻ ജസ്റ്റ് ഒരു ബോണസ് പോലെ പറഞ്ഞു. പിന്നെ എക്സ്റ്റിൽ ആക്ച്വലി ഇതുപോലെ ഒരു കിട്ടുന്ന ഫീച്ചർ കാണിച്ചു. എക്സ്റ്റി യൂസ് ചെയ്തവർ എത്ര പേരുണ്ട്? ആരൊക്കെ ഒന്നിലുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പറയൂ. ഇതൊക്കെ നിങ്ങൾ ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ടോ? ഓക്കെ, വേറെ ആരോ ഒന്നല്ല. ഹലോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ ഗ്രിഡ് സിസ്റ്റത്തിന്റെ ശരിക്കുള്ള പർപ്പസ് എന്താ? നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഒരു ആപ്പ് ഉണ്ടാക്കിയാലും ആക്ച്വലി ആ ഗ്രിഡ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാൻ റീസൺ എന്താ? ഗ്രിഡ് സിസ്റ്റം മോസ്റ്റ്ലി ഫോളോ ചെയ്യാൻ പറഞ്ഞല്ലോ. നമ്മള് ഇപ്പൊ ഗ്രിഡ് സിസ്റ്റം ഫോളോ ചെയ്ത് ഇപ്പൊ ബൂട്ട് സ്ട്രാപ്പിന്റെ ഗ്രിഡ് സിസ്റ്റം ആണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത്. അത് ആക്ച്വലി വെബ്സൈറ്റ് കോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കോഡർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഗ്രിഡ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കുറച്ചുകൂടെ, ഞാൻ ഇപ്പൊ കാണിച്ചു തന്നല്ലോ, നമുക്ക് എലമെന്റ്സ് വെക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ അത് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സ്ക്രീൻ സൈസിന്റെ കാര്യം പറഞ്ഞല്ലോ. മോസ്റ്റ്ലി എല്ലാ സ്ക്രീനും ഇത്ര വിഡ്ത്ത് ഉണ്ടാവില്ല. ഇതെനിക്കൊന്ന് ഇപ്പൊ ഈ ഇതുണ്ടോ 1920 വിഡ്ത്ത്, എന്താ പറയാ, നിങ്ങൾക്ക് എനിക്കൊന്ന് W3 സ്കൂളിന്റെ സൈറ്റിലാണ്. ഇതുണ്ടോ? ഇത് ഈ സ്ക്രീൻ സൈസസിന്റെ ആൾക്കാർ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ബ്രൗസർ അല്ലെങ്കിൽ വേൾഡിൽ എത്ര പേര് ഈ സ്ക്രീനിൽ നിന്നാണ് മൊത്തത്തിലുള്ള വെബ്സൈറ്റ് കാണുന്നതെന്നുള്ളതാണ്. ഇതിപ്പം ഈ സിസ്റ്റത്തിൽ മൊത്തം 100% 20.3% ആൾക്കാരാണ്. ഇതില് 27. അപ്പോൾ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ. ഇത് എല്ലാം കൂടിയുള്ള അതർ ഹൈ റെസൊല്യൂഷൻ ആണ്. സിംഗിൾ റെസൊല്യൂഷൻ സൈസിൽ ഇതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്ക്രീൻ സൈസ് ആണ് മോസ്റ്റ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പം ചില സാധനങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഗ്രിഡ് സിസ്റ്റം ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ ആർട്ട് കോഡ് എടുത്തത് ഈ സിസ്റ്റത്തിലാണ്. അപ്പോൾ അവിടെ കണ്ടു ഇതിലും മോസ്റ്റ്ലി 20.3 ആൾക്കാരുണ്ട്, അത്രയും പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ. അപ്പൊ ഈ ഗ്രിഡ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല്, അഡോബിയിൽ ഇപ്പം ഗ്രിഡ് ഉണ്ട്. നമ്മളിപ്പോ ഈ ഒരു സൈസാണ്, ഇതിപ്പം വിഡ്ത്ത് ഇത്രയാണുള്ളത്. ഇതിന്റെ ആക്ച്വൽ വിഡ്ത്ത് 1920 ഉണ്ട്. ഇപ്പൊ എനിക്ക് സെക്കൻഡ് സ്ക്രീൻ കണ്ട എത്രയാണ്, 1360. അത് ആ ഒരു
സൈസിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെന്ന് വെച്ചു. അപ്പൊ ചില എലമെന്റ്സ് നമ്മൾ ഫുൾ വിഡ്ത്തിലാണെങ്കിൽ ഈ ഒരു വിഡ്ത്തിലാണെങ്കിൽ ഇത്രയും കാണിക്കണം ചില എലമെന്റ്സ്. ഇപ്പോൾ ടെക്സ്റ്റ് ആണെന്ന് വെച്ചോ, നമ്മളിപ്പോൾ ഇത്രയും വിഡ്ത്ത് ഫില്ല് ചെയ്ത് കിടക്കുകയാണെന്ന് വെച്ചോ, ടെക്സ്റ്റ് അങ്ങനെ കാണിക്കണം. അല്ലെങ്കിൽ ഈ ഒരു വിഡ്ത്തിലാണ് ടെക്സ്റ്റ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, ഇത്രയും കാണിക്കേണ്ട സാധനങ്ങൾ ചേഞ്ചസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു ഇമേജ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ കുറെ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പൊ ഈ വിഡ്ത്ത് കാണിക്കുമ്പോൾ ആയിരിക്കില്ല, സൈസ് ആയിരിക്കില്ല ഇമേജസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇവിടെ കാണിക്കും. ഈ ഒരു ചേഞ്ച് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി ആ റെസ്പോൺസീവ് ആയിട്ടുള്ള സാധനം ഒരു നമ്മളിപ്പോൾ ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് ഡെവലപ്പർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി ഗ്രിഡ് യൂസ് ചെയ്യുക. പിന്നെ ഗ്രിഡ് നമ്മുടെ ഗൈഡായിട്ടും യൂസ് ചെയ്യും. സോ ഇത് രണ്ടുമാണ് മെയിൻലി മനസ്സിലാക്കുന്നത്. സോ ഞാൻ നെക്സ്റ്റ് തോന്നുന്നില്ല. എൻ്റെ ആക്ച്വലി ഭയങ്കര ഫേവറേറ്റ് ടൂളായിരുന്നു നെക്സ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മോസ്റ്റ്ലി ചെറിയ വർക്കൊക്കെ വരുമ്പോൾ ടെക്സ്റ്റ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് ചെയ്യാം, സാധനങ്ങളൊക്കെ ഇടാം. ഫിഗ്മ എനിക്ക് ഭയങ്കര കുറച്ച് വെബ് ബേസ്ഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫിഗ്മ കുറച്ച് പണിയാണ്. അങ്ങനെ എക്സ്റ്റിയിൽ നിന്നും എക്സ്റ്റിന്റെ ഒരു എക്സ്റ്റിയിൽ ഞാൻ ഫിഗ്മയിലേക്ക് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതാണ് ചില സാധനങ്ങളൊക്കെ എവിടെ കിടക്കുന്നത് കറക്റ്റ് ഇപ്പോഴും പഠിച്ചു വരുന്നുണ്ട്. ഇതൊരു പ്രൊജക്റ്റ് ഇങ്ങനെ ഒരു ക്ലയന്റിന് വേണ്ടി ഫ്രീലാൻസ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ എന്ത് പറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രീൻ ഇപ്പോൾ ഓൾറെഡി നെക്സ്റ്റ് ഇത്രയും സ്ക്രീൻസ് വന്നു. ഇത്രയും സ്ക്രീനാണ് ചെയ്തപ്പോൾ ഇത്രയും ഒരു 10-15 സ്ക്രീന് കൂടിയപ്പം തന്നെ ടെക്സ്റ്റ് പണിയാൻ തുടങ്ങി, ക്രാഷ് ആവാൻ തുടങ്ങി. അല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് വൈറ്റ് സ്ക്രീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരില്ല. പിന്നെ ഇവിടെ നമ്മൾ സൈസ് മാറ്റുവാണെങ്കിൽ വരില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ക്രാഷ് ആവാൻ തുടങ്ങിയാണ് ഞാനും ഫിഗ്മയിലേക്ക് മാറി. ഞാൻ നേരത്തെ കാണിച്ചില്ല ഇതില് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവം. ഇതിൽ എനിക്ക് എക്സ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചുമ്മാ എക്സ്റ്റി കാണിച്ചു തരാം. ഒരു ബോക്സ് വരച്ചു. ബോക്സ് എനിക്കിപ്പോൾ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് കിട്ടുന്ന പറഞ്ഞിട്ട് കൊടുക്കും. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വേറൊരു അടിപൊളി ഫീച്ചർ എന്ന് വെച്ചാൽ ഈ 2 ഇമേജസിനെ ആ ബോക്സിൻ്റെ അകത്തേക്ക് ഇടാം. ഉണ്ടോ? ഇപ്പൊ എനിക്ക് ഇത്ര ഇമേജസ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഇമേജും ഓരോന്ന് പോയി കിടക്കും. ഇതിപ്പോ ആ 2 ഇമേജ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. അപ്പം രണ്ടിലും ആക്ച്വലി ഭയങ്കര രസം സാധനങ്ങളുണ്ട്. പക്ഷെ എക്സ്റ്റി നിങ്ങളിപ്പോൾ വലിയ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വിശ്വസിക്കാൻ തോന്നില്ല. പിന്നെ അതുപോലെ എക്സ്റ്റിയില് പ്രോട്ടോടൈപ്പ് സാധനങ്ങളൊക്കെ കുറച്ച് അടിപൊളിയാണ്. എല്ലാവരും അതിലെ ആനിമേഷൻസ് ആണ്. ബാക്ക് ടു ഫിഗ്മ. അപ്പോൾ ഇതാണ് ഗ്രിഡ് സാധനങ്ങൾ ഫിഗ്മയിലുള്ളത്. പിന്നെ നിങ്ങൾ ഇന്നലെ പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ ഗ്രൂപ്പിലൊരു ആപ്പ് ഇട്ടുണ്ടായിരുന്നു, ഫിഗ്മ മിറർ എന്ന്. ആരെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നത്? ആരും നോക്കില്ല. നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പം ഇവിടെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ?
മൊബൈലിൽ ഗോ ടു മീറ്റിംഗ് ഇൻസ്റ്റാൾ ചെയ്തു. ഫിഗ്മ, അപ്പം ഫിഗ്മ മിറർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, ആൻഡ്രോയിഡിലുണ്ട്, iOS-ലും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ആ ആപ്പിൽ ഈ ഫ്രെയിം കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫോണിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഡിസൈൻ കാണേണ്ടത് എന്നുള്ളത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫോൺ ഡിസൈൻ ചെയ്യുമ്പോൾ ഫോണിൽ കാണുന്നതായിരിക്കും എളുപ്പം. കാരണം ഇപ്പൊ ഈ ഫോണിന്റെ ഒക്കെ ഒരു ടെക്സ്റ്റ് ഒക്കെ ഭയങ്കര ചെറുതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോണിലൊക്കെ ഡിസ്പ്ലേ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഫോണിലൂടെ കാണാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ആ ഒരു ആപ്പ് ഫിഗ്മ മിറർ എന്നൊരു ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതൊന്നും നോക്കി. ഇനി നിങ്ങൾക്ക് ഇതില് എഫക്ട്സ് കുറച്ച് സാധനം, മോസ്റ്റ്ലി ഷാഡോ ആണ് മെയിനായിട്ട് ഒരു എഫക്റ്റ് ഉള്ളത്. ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. നിങ്ങൾക്ക് ഏതിനാണ് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത്? ഇതൊരു സ്ക്രീനാണ്. ഈ ബട്ടൺ ഞാൻ തൽക്കാലത്തേക്ക് ടെംപ്ലേറ്റ് വൃത്തികേടായി തൽക്കാലം ഇതിവിടെ കാണാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇതിന്റെ താഴത്തുണ്ട്. ഈ ബട്ടൺ സെലക്ട് ചെയ്താൽ ഇവിടെ എഫക്ട്സ് കാണാം. ഇത് മോസ്റ്റ്ലി ഡ്രോപ്പ് ഷാഡോ ആയിരിക്കും ഇടുന്നുണ്ടാവും. പിന്നെ ലെയർ ബ്ലർ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ചില ഇമേജസ് ഒക്കെ കാണാം, ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ ചിലപ്പോൾ ലോഗിൻ പേജിലൊക്കെ ഇമേജസ് ഉണ്ട്, അതിങ്ങനെ ബ്ലർ ചെയ്യാൻ പറ്റും. നമുക്ക് ഷാഡോ നോക്കാം. ആക്ച്വലി ഷാഡോ ഇട്ട് ഫിഗ്മയിൽ ബാക്കിയുള്ള പോലെ തന്നെ സെറ്റിങ്സ് ഉണ്ടാവും. ബ്ലർ എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ വണ്ണാ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷാർപ്പായി ഈ ഷാഡോസിന്റെ ഈ എഡ്ജസ് ആണ് കുറച്ച് ഷാർപ്പായി. അതുകൊണ്ട് വേറെ വാല്യൂ ഒക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. പിന്നെ XY വാല്യൂസ് ഉണ്ട്. XY അറിയാലോ, കോർഡിനേറ്റ്സ്. ഇപ്പോൾ എക്സ് ആണെങ്കിൽ ഇപ്പോൾ ഇതാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വന്നു, എക്സ് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. മോസ്റ്റ്ലി ഷാഡോസ് ഉണ്ടാവുക താഴെയായിട്ടാണ് നമ്മൾ പൊതുവെ കാണിക്കാറ്. അപ്പോൾ Y ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഷാഡോന്റെ കളറിന്റെ ഒപ്പാസിറ്റിയും ഷാഡോ കൂടെ ചൂസ് ചെയ്യാം. ബ്ലൂ കളർ കൊടുക്കാം. ഷാഡോ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മള് മെയിൻ എലമെന്റിന്റെ കളർ തന്നെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ബ്ലാക്ക് കൊടുക്കുന്നതിനായിട്ട് ബെറ്റർ നമ്മൾ ആ എലമെന്റിന്റെ തന്നെ കളർ കൊടുത്ത് ഒരു മോസ്റ്റ്ലി ഒരു 30-40 അറൗണ്ട് കൊടുത്തതിന് ഷാഡോ ഇപ്പൊ എഫക്റ്റ് കാണുന്നുണ്ടാവില്ല കൂടുതൽ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഷാഡോ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇന്നർ ഷാഡോ ഉണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചുമ്മാ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ലെയർ ബ്ലർ ഉണ്ട്, എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇത്രയാണ് ആക്ച്വലി ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിച്ചത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് പറഞ്ഞു. ഒന്നുമില്ല.
ആരൊക്കെയോ ആക്ച്വലി ഗ്രിഡ് സിസ്റ്റോട് ചോദിച്ചിട്ടുണ്ടല്ലോ. ഗ്രിഡ് അപ്പോ ടീനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ സാറിന് വിളിക്കണ്ട കേട്ടോ, അതൊക്കെ ഓൾഡ് സ്കൂൾ സിസ്റ്റമാണ്. ഒന്നിക്കൽ നിയാസ് തന്നെ വിളിക്കണമെങ്കിൽ സാറ് ഞാൻ പ്രോത്സാഹിപ്പിക്കും. ഗ്രിഡ് മനസ്സിലായല്ലോ ടീനൊക്കെ? ഞാൻ അതാ പറഞ്ഞു, ആക്ച്വലി ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇത് മിനിമൈസ് ചെയ്യാതെ നോക്കാം. കാരണം ഇവിടെ ആക്ച്വലി ഈ സിസ്റ്റം ചാറ്റ് സ്ക്രീൻ കൂടെ മുകളിൽ വെക്കുന്നു, വർക്ക് ചെയ്യാൻ കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ അത് മിനിമൈസ് ചെയ്ത് വെക്കും. അപ്പൊ ചാറ്റ് കാണില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇത് ഫോണ്ടിന്റെ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറയാൻ പറ്റും. ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല, ഫോണ്ട് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം 2 ഫോണ്ട്സ് ഡിസൈനിൽ യൂസ് ചെയ്യാന്നുള്ള കാര്യം. അപ്പൊ ഈ ഫോണ്ട് ആക്ച്വലി നമ്മൾ പെയർ ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ കണ്ടോ, ഗൂഗിൾ ഫോൺസ് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഫോണ്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ താഴെ ഉണ്ട്, കുറച്ച് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനോട് പെയർ ചെയ്യാൻ പറ്റിയ ഫോണ്ട്. ബേസിക്കലി ഇതിപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി, സാൻസ് സെറിഫ് ഫോണ്ടും സെറിഫ് ഫോൺസും തമ്മിൽ. ഇതിപ്പോ രണ്ടും സെറിഫ് ഫോൺസ് ആണ്, അല്ല സോറി സാൻസ് സെറിഫ് ഫോൺസ് ആണ്. ആക്ച്വലി ഒരു സെറിഫ് ഫോണ്ടും ഒരു സാൻസ് സെറിഫ് ഫോണ്ടും നിങ്ങൾ ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഭയങ്കര അടിപൊളി ഇതിലുണ്ടാവും എവിടെയെങ്കിലും ഒരു ഫോം ഉണ്ടോ. ഒരു സെറിഫ് ഫോണ്ടും ഒരു സാൻസ് സെറിഫും കൂടെ കോംബോ വന്നപ്പോ ഒരു പ്രത്യേക രസമാണ് ആക്ച്വലി. മോസ്റ്റ്ലി മീഡിയം മീഡിയം കണ്ടിട്ടുണ്ടോ? മീഡിയത്തിലൊക്കെ ഉണ്ടോ ആക്ച്വലി ഒരു സെറിഫ് ഫോണ്ട് സാൻസ് സെറിഫ് ഫോണ്ട് പോലെ ഇതുപോലെ എനിക്ക് ഏതൊക്കെ ഫോണ്ട് പെയർ ചെയ്യാൻ കുറച്ച് ഒരു ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സെറിഫ് സാൻസ് സെറിഫ് ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് ഫോൺ പെയറിങ് സാധനങ്ങൾ കാണിച്ചു. ബേസിക്കലി ഫോണ്ട് പെയർ ചെയ്യുമ്പോൾ ഇതുപോലെ സെരീഫും ഒരു സാൻസ് സെരീഫും കൂടെ വെക്കുകയാണെങ്കിൽ ഭയങ്കര കുറച്ചുകൂടെ അടിപൊളി. പക്ഷെ നിങ്ങളിപ്പോ UAE ഒക്കെ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ്ലി അങ്ങനെ വേണ്ടി വരില്ല. ഇപ്പൊ നമ്മൾ ഇന്നലെ ഫുൾ റോബോട്ട് വെച്ചിട്ടുണ്ട്, റോബോട്ട് 2 ബിറ്റും പിന്നെ ഡിഫറെന്റ് സ്കെയിൽസ് ഒക്കെ വെച്ചിട്ടാണ്. അതുപോലെ ഫോണ്ട് നമ്മൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം ഇപ്പം ക്രിയേറ്റ് ഒരു അക്കൗണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പൊ കൊടുത്തത് ബോൾഡാണ്. അത് അതിന് താഴെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഫിഗ്മയില് ഇതുപോലെ വേണേല് ഫോണ്ട് സൈസ് ഇപ്പം ഇന്നലെ പറഞ്ഞില്ലേ ടൈപ്പ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് 1.25 മൾട്ടിപ്പിൾ സൈസ് ഉണ്ട്. അപ്പൊ ഈ 90 അവിടെ പോയിട്ട് ഡിവൈഡ് ബൈ 1.25 കൊടുത്തതിനാൽ ആ വാല്യൂലേക്ക് മാറും. അതുപോലെ ഞാൻ പൊതുവെ എൻ്റെ ഒരു പേഴ്സണൽ പ്രാക്ടീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് 90 ആണെങ്കിൽ ഇതിന്റെ 2 സ്കെയിൽസ് ഡൗൺ ഞാൻ മോസ്റ്റ്ലി ചേർക്കും. വൺസ് ഞാൻ ചെയ്തു 1.25, സെക്കൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ ബോൾഡ് ആണെങ്കിൽ അതും 2 സ്റ്റെപ്സ് ഡൗൺ, അതായത് മീഡിയം ഉണ്ട് ഡെയിലി റെഗുലർ ഇതായിരിക്കും. ബാക്കി എന്തെങ്കിലുമൊക്കെ
മോസ്റ്റ്ലി ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പറയാൻ ഉദ്ദേശിച്ചാൽ ഇതാണ്, നമ്മളിപ്പോൾ ഹെഡർ കൊടുക്കുന്നത് ബോൾഡ് ആയിട്ടാണെങ്കിൽ ടെക്സ്റ്റ് താഴെയുള്ള കുറച്ച് റെഗുലർ, അതായത് 1 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പോകും. ബ്ലാക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് മീഡിയം യൂസ് ചെയ്യാം, ബോൾഡ് ആണെങ്കിൽ റെഗുലർ യൂസ് ചെയ്യാം. അത് നിങ്ങൾ എന്തായാലും ഇന്നലെ കാണിച്ച സൈറ്റ് ഉണ്ടല്ലോ ടെക്സ്റ്റ്, അത് വെച്ച് എന്തായാലും ചൂസ് ചെയ്തോ. അപ്പൊ ഈ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി, അതായത് കളേഴ്സിൽ കോൺട്രാസ്റ്റ് ഉള്ള പോലെ തന്നെ ടൈപ്പോഗ്രാഫിയിൽ ഇതിനെ ആക്ച്വലി നമ്മൾ ടൈപ്പോഗ്രാഫിയിലെ കോൺട്രാസ്റ്റ് എന്ന് പറയുക, അതായത് രണ്ട് ടെക്സ്റ്റ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ഹൈറാർക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് ടൈപ്പോഗ്രാഫിയിൽ ഇങ്ങനെയാണ് കോൺട്രാസ്റ്റ്. ടൈപ്പോഗ്രാഫി ആക്ച്വലി ഭയങ്കര സംഭവമാണ്. നമ്മളത് എന്താ പറയാ, അടുക്കുന്തോറും അകലുന്ന മഹാസാഗരം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, ഭയങ്കര രസമാണ്. അതിലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയ പിന്നെ ഭയങ്കര അഡിക്റ്റീവ് സാധനം. വേറെ അപ്പോൾ എന്തായാലും ചോദിക്കാണ്, ഇന്നലെ ചെയ്തവർക്ക് കുറച്ച് ആദ്യം വന്നില്ല. അപ്പോ ആക്ച്വലി എൻ്റെ ത്രോട്ടിന് ബ്രേക്ക് ആവാൻ ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഒരു സെഷനൊക്കെ എടുക്കുന്നത്. അപ്പം ഒരു ലൗഡിൽ സംസാരിക്കുന്നതാണോ അറിയില്ല, സൗണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. പിന്നെ വോയിസ് ബ്രേക്ക് ആവുന്നത് വേറെ ആർക്കും ഇഷ്യൂ ഉണ്ടോ? എന്തായാലും അപ്പോ അതിടക്ക് നെറ്റിന്റെ പ്രശ്നമൊക്കെ, ഇപ്പം എല്ലാവരും വർക്ക് ഫ്രം ഹോം അതുപോലെ ഓൺലൈൻ സെഷൻസും ഇന്റർനെറ്റ് യൂസേജ് കൂടിയതുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ആക്ച്വലി ഉണ്ട്. ഇന്നലെ അപ്പം ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഡൗട്ട് വയ്ക്കും? ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈസും ഒരു ബോൾഡ് ആക്കുന്ന ടൈപ്പും ഒക്കെ കുറച്ച് ചെയ്യാൻ ഒരു ഇഷ്യൂ ഉണ്ടായത്. അതായത് ടെക്സ്റ്റ് ബോക്സിൽ ഇപ്പൊ നേരത്തെ നിങ്ങള് നെസ്ക ചെയ്ത പോലെ തന്നെ ഇപ്പോ വലിയ സൈസിലായിരുന്നല്ലോ, ആ നെയിം ബോക്സിന്റെ അടുത്ത് വരെ ടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോ രണ്ടാമത് ഓൾ ഓഫ് ദിസ് ടെസ്റ്റ് ഈസ് എഡിറ്റബിൾ പറഞ്ഞിട്ട് ഒരു സംഭവം വന്ന് അടി ജസ്റ്റ് എന്തോ ചെയ്ത് റൈറ്റ് സൈഡിൽ മറ്റേ റെഗുലറിന്റെ അപ്പുറത്തുള്ള സൈസ് മാറ്റിയപ്പോ ചെറുതായിട്ട് ആ ബോക്സിന്റെ കറക്റ്റ് ആ ലെങ്ത്തിന് വന്നല്ലോ. അത് എങ്ങനെ കറക്റ്റ് ചെയ്ത്? എനിക്ക് ആക്ച്വലി മനസ്സിലായി. ടെക്സ്റ്റ് ഇത്ര ഫുള്ള് വന്നില്ല എന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ഇതാണോ ഉദ്ദേശിച്ചത്? ആ ഒരു ടെക്സ്റ്റ് ബോക്സിന്റെ കറക്റ്റ് ആ സൈസിന് ഉള്ളിൽ തന്നെ വരുന്ന ഒരു ടൈപ്പ് എങ്ങനെ വരുന്നത്? ഓ അങ്ങനെ, ഇത് പുറത്തേക്ക് പോയിന്നാണോ പറഞ്ഞത്? ആ ഇങ്ങനെ ആയതായിരിക്കും. അത് ഇവിടെ ആക്ച്വലി ഇതുണ്ടോ, ഓട്ടോ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇതാണ് ഇന്നലെ ആക്ച്വലി ഞാൻ നോക്കിയിരുന്ന സാധനം. ഈ ടെക്സ്റ്റിന് താഴെ ഇവിടെ കണ്ടോ ഓട്ടോ വിഡ്ത്ത്, ഓട്ടോ ഹൈറ്റ്, ഫിക്സഡ് സൈസ് എന്നുണ്ട്. ഓട്ടോ വിഡ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ ടെക്സ്റ്റ് അടിക്കുന്നതിനനുസരിച്ച് വിഡ്ത്ത് കൂടിപ്പോവും. പിന്നെ ഫിക്സഡ് സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഒക്കെ. അപ്പൊ ആ ഒരു സെറ്റിങ്സ് ആയിരിക്കും അത് ഒന്ന് അവിടെ ആയിരിക്കും. അപ്പോൾ ആക്ച്വലി ടെക്സ്റ്റ് ബോക്സ് വരക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സൈസ് ഫിക്സ് ചെയ്ത് വരച്ചു. അപ്പൊ അത് ഐ തിങ്ക് എന്താ അത് ഫിക്സഡ് സൈസിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. അതായത് ആ ഒരു എക്സാമ്പിൾ ഞാൻ ഇന്നലെ ആക്ച്വലി കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ബോക്സ് എക്സ്പിയിൽ അങ്ങനെയാണ് അത് ആക്ച്വലി വർക്ക് ചെയ്യുക. ജസ്റ്റ്
സിംഗിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും. പക്ഷെ അതിന് പകരം ബോക്സ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ നിന്നു. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ബോക്സ് നമ്മൾ വലിയ ടെക്സ്റ്റ് ഒക്കെ ചെറിയ ഇപ്പം നെക്സ്റ്റ് പോലത്തെ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് സിംഗിൾ ടെക്സ്റ്റ് ചെയ്യാം. ഇതുപോലെ കുറച്ച് വലിയ ടെക്സ്റ്റ് 2 lines ഒക്കെ വരുമെന്ന് നമുക്ക് തോന്നുന്ന ടെക്സ്റ്റ് ആണെങ്കിൽ ബോക്സ് ആയിട്ട് വരച്ചു. ഓക്കെ അല്ലേ? അതായിരുന്നല്ലേ ചോദിച്ചത്? വേറെന്തെങ്കിലും ഇതുപോലെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടോ? പിന്നെ ആർക്കും ഇന്നലെ അനിയറ്റി ആണെന്ന് ഐ തിങ്ക് ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ചെയ്തത്. അപ്പോൾ അതിന്റെ ലോഗോ കിട്ടിയിട്ടില്ല എന്നുള്ള. നിങ്ങൾ ആക്ച്വലി ലോഗോ ഫ്ലാറ്റ് അയക്കണില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം ഇൻസ്റ്റാഗ്രാമിന്റെ പേജിൽ നിന്ന് തന്നെ നമുക്ക് വേറാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഉണ്ടോ? ഇപ്പോൾ PNG ആയിരിക്കും ഉണ്ടാവുക. ഇമേജ് ഉണ്ടോ? ഓപ്പൺ ഇമേജ് PNG ആയിരിക്കും ബേസിക്കലി ഉണ്ടാവുക. പിന്നെ മോസ്റ്റ്ലി സെർച്ച് ചെയ്താൽ തന്നെ മതി, ഗൂഗിൾ ചെയ്യാം. എന്താ പറയാ, നമ്മളെ വിക്കിപീഡിയയിലൊക്കെ മോസ്റ്റ്ലി SVG ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് നേരത്തെ ഇവിടെ ഇത് ആക്ച്വലി PNG ആയിരിക്കും, ഒറിജിനൽ SVG ഇവിടെ ഉണ്ട്. അപ്പം മോസ്റ്റ്ലി നിങ്ങൾ എന്തെങ്കിലും വെബ്സൈറ്റിന്റെ ഒക്കെ ലോഗോ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വാട്സപ്പ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ താഴെ പോയിക്കാൻ നിങ്ങൾക്ക് പ്രസ് കിറ്റ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എന്ന് കാണും, അല്ലെങ്കിൽ ബ്രാൻഡ് സെന്റർ. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡ് ഗൈഡ് ലൈൻ ഒക്കെ കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഡിസൈൻ സിസ്റ്റത്തിനെ പറ്റി. ഇപ്പോൾ ഇവിടെ ഉണ്ടാവും എല്ലാ ലോഗോയും. മോസ്റ്റ്ലി PNG ആയിരിക്കും ഇവർ ലോഗോ തരുന്നുണ്ടാവുക. പക്ഷെ എന്തായാലും ഹൈ ക്വാളിറ്റി ലോഗോ ആയിരിക്കും. പിന്നെ സ്ക്രീൻഷോട്ടും എല്ലാ ഗൈഡ് ലൈനും ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ വലിയ ബ്രാൻഡിന്റെ ഒക്കെ ഇപ്പൊ സ്നാപ്ചാറ്റിന്റെ ഭയങ്കര രസമുള്ള ബ്രാൻഡ് ഗൈഡ് ലൈൻ അടിച്ചു. ആക്ച്വലി ഇവർ കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പാർട്ട്നേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ പറയാം ടിങ്കർഹബിന് ആക്ച്വലി ഒരു ബ്രാൻഡ് ഗൈഡ് ലൈൻ ഇല്ല. പക്ഷെ ടിങ്കർഹബിന്റെ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഹാക്കത്തോൺ നടത്താന്ന് വെച്ചാൽ അപ്പോൾ ഒരു പാർട്ട്ണർ വരാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് RIT ഇപ്പം ടിങ്കർഹബിന്. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബ്രാൻഡ് ഈ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ വാട്സപ്പിൽ ഇത് കണ്ടോ, അവര് നെയിം യൂസ് ചെയ്യുമ്പോൾ അവർ ഈ കൾച്ചർ ആയിട്ടുണ്ട്, അവർ ഗൈഡ് ലൈൻ ഉണ്ട്. വാട്സ് ക്യാപിറ്റൽ ആയിരിക്കും, ഇങ്ങനെയൊന്നും യൂസ് ചെയ്യരുത്. പിന്നെ വാട്സപ്പ് യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ഇതൊക്കെയാണ്. ചില സാധനങ്ങളിൽ അവരുടെ ഇത് ചില ബ്രാൻഡ്സ് അവരുടെ യൂസ് ചെയ്ത ടൈപ്പോഗ്രഫി സ്പേസിങ്ങിനെ പറ്റി ഉണ്ടാവും. ഇവർ യൂസ് ചെയ്ത ഫോണ്ട് ഏതാണ്. ഇപ്പം ഇങ്ങനെ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിന്റെ ആക്ച്വലി. പക്ഷെ അത് PNG ആയിരിക്കും. ലോഗോ നിങ്ങൾ PNG യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ എന്തായാലും ഹൈ ക്വാളിറ്റി
ഇതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഐക്കൺസ് ഒക്കെ ഇപ്പോൾ അപ്പം അതിന്റെ പേര് വേറെ എന്തെങ്കിലും ചെയ്യാം. എന്തെങ്കിലും അസൈൻമെന്റ്സ് വേണം. ഒരു ചെറിയ അസൈൻമെന്റ് കൊടുത്തരാം. എല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഇൻസ്റ്റാഗ്രാമിന്റെ ഹോം പേജില് നമ്മളിപ്പോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്ന ഹോം പേജ് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചെയ്യാൻ പറ്റുന്നു. നാളത്തേക്ക് വേണമെന്നില്ല, നമുക്ക് നാളത്തെ സെഷൻ കഴിഞ്ഞിട്ട് വേണേൽ മറ്റന്നാളത്തേക്ക് വെക്കാം. എന്നിട്ട് മറ്റന്നാളത്തെ സെഷൻ നമുക്ക് മൊത്തം അത് ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ വരും. അപ്പൊ മറ്റന്നാളത്തെ സെഷൻ മൊത്തം അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ഇത് ചെയ്യണം. നാളത്തെ സെഷൻ എന്നാ നമുക്ക് ഡിസ്കഷൻസ് ആണ്. എനിക്ക് കുറച്ചും കൂടി സെഷൻ ഇന്ററാക്റ്റീവ് ആണെന്നുള്ളൊരു ആഗ്രഹത്തിലുണ്ടാണ്. ഇൻട്രാക്ഷൻ ആയി എടുത്തോളൂ. അപ്പോൾ ഇൻസ്റ്റഗ്രാം എടുക്കുക, സ്ക്രീൻഷോട്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് ആണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് അത് നോക്കിയിട്ട് അതേപോലെ എന്നിട്ട് നാളത്തെ സെഷൻ നമുക്ക് ഓരോ ആൾക്കാരെ ഡിസൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ. ഇത് സ്ട്രിക്റ്റ് അസൈൻമെന്റ് ആണ്, എല്ലാവരും ചെയ്യണം. അപ്പം ഇന്ന് വൈകിട്ട് എല്ലാവർക്കും ബൈ.